രണ്ട് നാടുകളെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തം സംഭവിച്ച ആ ദുരന്തഭൂമി ശിരൂരിലെ മണ്ണ് ഇടിഞ്ഞു പോയ ആ ഭാഗമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാഴ്ച, അതായത് 13 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം 14ാമത്തെ ദിവസത്തിൽ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് കാര്യമായ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. ഇവിടെ മണ്ണിടിഞ്ഞ് വീണ കല്ല് മണ്ണും ഒക്കെ തന്നെ മാറ്റിക്കൊണ്ടുപോകുന്ന ചെറിയ നിർമ്മാണ പ്രവൃത്തികൾക്കപ്പുറത്തേക്ക്, റോഡിന്റെ അറ്റകുറ്റപ്പണികൾ, പാച്ച് വർക്കുകൾ നടത്തുന്നതിന് അപ്പുറത്തേക്ക് ഒരു പ്രവൃത്തിയും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത്. നദിയിൽ ഒഴുകിയിട്ടുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തും എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ കരയിൽ എന്തെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആകെയുള്ളത് 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ കരയിലുള്ളത്. മറ്റാരും തന്നെ ഇവിടെയില്ല. മറ്റേ എല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കരയിലെ നദിയിൽ ഇറങ്ങിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമേറിയ തന്നെയാണ്. അത് പ്രയാസപ്പെട്ടതാണ്. അത് നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു വേദന, ഒരുപക്ഷെ ഈ തൃശ്ശൂരിൽ നിന്നുള്ള ദൌത്യ സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ കൂടി തേടാൻ വരുന്നതായാലും തൃശ്ശൂരിലെ രക്ഷാദൌത്യം ഇവിടേക്ക് എത്തുന്നു. അവരിവിടെ വന്ന ഇതിന്റെ ഫീസിബിലിറ്റീസ്, അതായത് ഇവിടെ എന്താണ് സാധ്യത, ഈ വെള്ളം മൺകൂരയ്ക്കുള്ളിൽ മാറ്റാൻ അവിടെ കൊണ്ടുവരുന്ന യന്ത്രത്തിന് സാധിക്കുമോ, മണ്ണുവാൻ യന്ത്രത്തിന് സാധിക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. അത് സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അനിശ്ചിത കാലത്തേക്ക് അർജുന്റെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകും എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ ആവർത്തിച്ചു പറയുന്ന കാര്യം, അതായത് മണ്ണിലെ കലക്കവും അതുപോലെ തന്നെ വെള്ളത്തിലെ കലക്കവും കുത്തൊഴുക്കും കുറയാതെ രക്ഷാപ്രവർത്തനം സാധ്യമാവില്ല. ഈ 2 കാര്യങ്ങൾ പോകണം. അതിന് അനുകൂല കാലാവസ്ഥ വരണം. 21 ദിവസത്തേക്ക് ഈ പ്രദേശത്ത് സ്വാഭാവികമായും ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റുമൊക്കെ തന്നെ ഉണ്ടാവും. ഈ കാലാവസ്ഥ തുടരും എന്ന കാര്യം കൂടി അവർ MLA പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ നിലവിലെ പുഴയുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല. ഇന്ന് കഴിഞ്ഞ 3 ദിവസം മഴ കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിന്റെ അളവ് താണിട്ടുണ്ട്. ഒപ്പം ഒഴുക്കും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അതിനു പിന്നാലെ തന്നെ ഈ രക്ഷാദൌത്യം അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഇതിലൊരു മാറ്റം, ഈ കാലാവസ്ഥ ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പ്രത്യാശിക്കാം. പക്ഷേ ഈ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുകയും പുഴയുടെ വൃഷ്ടിപ്രദേശം ഇവിടെ മഴ മാറിയിട്ട് കാര്യമില്ല. വൃഷ്ടിപ്രദേശം മഴ പെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ ഒഴുക്കും കലക്കവും ഈ പുഴയ്ക്ക് ഇതുപോലെ തന്നെ തുടരും. അത് പ്രതികൂലമായി ബാധിക്കും എന്ന് വേണം നമ്മൾ കരുതേണ്ടി വരാൻ. എന്തായാലും നിലവിലെ ഈ സാഹചര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ എന്തായാലും പൂർണ്ണമായും അടച്ച രീതിയിലാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമില്ല. നേവി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവർ മടങ്ങിയിരിക്കുന്നു. ഈ കോസ്റ്റ് ഗാർഡ് തീരങ്ങളിൽ ചെറിയ പരിശോധന നടത്തുന്നു എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ വണ്ടി ഉണ്ട് എന്ന് കരുതപ്പെടുന്നത് ഈ പുഴയ്ക്കകത്താണ്. ഇവിടെ നിന്ന് 132 മീറ്റർ അപ്പുറം മാറി നിൽക്കുന്ന ആ കൂനക്കുള്ളിലാണ് ലോറി ഉണ്ടെന്ന് കരുതുന്നത്. അവിടേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങളോ കാര്യമായ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഇന്നിവിടെയില്ല. അത് പൂർണ്ണമായും രക്ഷാപ്രവർത്തനം നിലച്ച രീതിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ മാറുന്നു. എന്തായാലും നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച, അതായത് 13 ദിവസം നീണ്ടുന്ന രക്ഷാപ്രവർത്തനം ഇന്ന് പെടുന്നനെ അവസാനിച്ചു. പൂർണ്ണമായും നിലച്ച രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ്. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള ദൌത്യ സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ ഇവിടേക്ക് എത്തുമ്പോൾ അതിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം. ആ ദൌത്യ സംഘം ഇവിടെ എത്തുമ്പോൾ ഈ പുഴയിൽ ചില പ്രതിസന്ധികൾ അവർ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിച്ച് മുന്നോട്ട് പോകാം.